ഹലോ സുഗമോ ദേവി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രഭാവതി സ്വന്തം ജീവന് വേണ്ടി നമ്മുടെ ഋഷിക്ക് മുന്നിൽ ഭയങ്കരമായിട്ട് കരഞ്ഞ് അപേക്ഷിക്കുകയാണ്, എന്നെ ഒന്നും ചെയ്യരുത്, അന്ന് എനിക്ക് പറ്റിപ്പോയതാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പൊ ഋഷി അതൊന്നും കേൾക്കാനേ തയ്യാറാവാതെ കത്തിയും എടുത്ത് നമ്മുടെ പ്രഭാവതിക്ക് നേരെ വരുന്നുണ്ട്. പിന്നീട് ആ ഒരു ദാരുണ വാർത്തയായിരിക്കും നമ്മുടെ ചന്ദ്രോത്ത് വീടിനെ തേടി വരുന്നത്. നമ്മുടെ രചനയാണെങ്കിൽ ദേവികയെ കുറെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അവസാനം എൻ്റെ അമ്മയെ എല്ലാവരും കൂടി കൊലക്കളത്തിലേക്ക് തള്ളി വിട്ടിട്ട് ഇവിടെ എല്ലാവരും സമാധാനത്തിലിരിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രജനി കുറെ പറയുന്നുണ്ടേ. പിന്നീട് നമ്മുടെ ദേവികയുടെ അച്ഛൻ വന്ന് ഓടി എന്തൊക്കെയോ സങ്കടകരമായ വാർത്ത ദേവികയുടെ അമ്മയെ അറിയിക്കുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, അവിടെ ഒരു അടുത്തൊരു കൊളക്കടവില് ഒരു മൃതദേഹം അടിഞ്ഞിട്ടുണ്ട്. അത് പ്രായവും രൂപവും വെച്ച് നോക്കുമ്പോൾ പ്രഭാവതി ആകാനാണ് സാധ്യത എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഗിരീഷ് മാഷും നന്ദനും കൂടി ഓടി നമ്മുടെ ചന്ദ്രോത്ത് വീട്ടിൽ വന്ന് ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. ഇനി അവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക? നമ്മുടെ പ്രഭാവതിയെ രക്ഷിക്കാൻ ആരെക്കൊണ്ടും സാധിച്ചില്ലേ? ഇനി വേറെ ആരെങ്കിലും ആയിരിക്കുമോ പകരം അവിടെ കിടന്നിട്ടുണ്ടാകുക? നമ്മുടെ പ്രഭാവതിയെ രക്ഷിക്കാൻ നമ്മുടെ ദേവിക തന്നെ മുൻകൈ എടുത്ത് പോകുമോ എന്നൊക്കെ നമുക്ക് അറിയണം അല്ലേ? കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.